വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. ഇന്നിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു മധുരം തിന്നണമെന്ന്. അല്ലെങ്കിൽ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം തിന്നണം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടേ ബാക്കി കാര്യം. അപ്പം ഞാൻ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇങ്ങനെയുള്ള പായസം ഒന്നല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം, ഹെൽത്തി ആയിട്ടുള്ള പായസം, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മധുരം തിന്നാൻ തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന പായസമാണ്. അപ്പം ഞാൻ പാലൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഓട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഓട്സ് വേവിക്കാൻ. ഓട്സിന് പിന്നെ അധിക സമയമൊന്നും വേവില്ലല്ലോ അല്ലേ, വെറും 5 മിനിറ്റ് മതി ഓട്സ് വേവാൻ. അപ്പോൾ ഈ ഓട്സ് വേവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഈ പായസം ഉണ്ടാക്കുന്ന കടായി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇത് പുതിയതാണ് കേട്ടോ, അഗാരോൻ്റെ കടായിയാണിത്. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം കുടിക്കാൻ പൂതിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ മധുരം വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് അഗാരോന്റെ റീജൻസി ട്രിപ്പിൾ സ്റ്റീൽ കടായിയാണ്. ഇതിന് 88 സ്റ്റെയിൻലെസ് സ്റ്റീൽ എൻകാപ്സുലേറ്റഡ് ലെയർ ഓഫ് അലുമിനിയം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. SS 430 മാഗ്നറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 2.25 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. 24 സെന്റിമീറ്റർ ഡയാമീറ്റർ സൈസും ഉണ്ട്. ഇത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവിലും ഒക്കെ നമുക്ക് മാക്സിമം കുക്ക് ചെയ്യാം കേട്ടോ. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതിന്റെ റിവേർട്ടഡ് ഹാൻഡിൽ ഫേമിലി ഫിക്സഡ് ആണ്, സ്റ്റെഡിനെസ് ആണ്, ഡ്യൂറബിലിറ്റി ആണ്, മാത്രമല്ല ഫേം ഗ്രിപ്പും ആണ് കേട്ടോ. പിന്നെ സ്റ്റീൽ ലിഡ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈമും വളരെ കുറവാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നോൺ ടോക്സിക് ആണ്, ഡ്യൂറബിൾ ആണ്, നോൺ റിയാക്റ്റീവ് ആണ്, കരോഷൻ പ്രൂഫും ആണ് കേട്ടോ. ഇതിന് സ്റ്റാൻഡേർഡ് ബ്രാൻഡ് വാറന്റി ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UPI ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആമസോൺ പേ, നെറ്റ് ബാങ്കിങ്, ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ EMI ഓപ്ഷനും റീപ്ലേസ്മെന്റ് ഓപ്ഷനും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓലെ പേജ് വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എന്താണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഓട്സ് ഒക്കെ ഉണ്ടല്ലോ നല്ല പോലെ വെന്തിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മതി കേട്ടോ. ഞാൻ ഇപ്പോൾ മധുരം കഴിക്കാൻ പൂതിയായതുകൊണ്ടാണല്ലോ. പിന്നെ ജിമ്മിലൊക്കെ പോകണോണ്ട് തന്നെ കുറച്ച് മധുരം അധികം കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ്. അതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പാലിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനിങ്ങനെ പാൽപ്പൊടി ചേർക്കലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പായസത്തിന്. ഇനി നമുക്ക് ഈ പാൽപ്പൊടി മിക്സും ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി നല്ലൊരു പാലിൻ്റെ ഫ്ലേവറും കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി പാൽപ്പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 5-6 ബദാം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാണ്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ നല്ലതാണല്ലോ, നെയ്യും നല്ലത് തന്നെ ഉണ്ട്. ഞാൻ ബട്ടർ ഉള്ളതുകൊണ്ട് ബട്ടർ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പായസമൊക്കെ വെക്കുമ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ഉപ്പിടണമല്ലോ അല്ലേ. എപ്പോഴാണല്ലോ നമ്മുടെ പായസത്തിൻ്റെ ലെവൽ വേറെ ലെവലാവുന്നത് അല്ലേ. എന്ത് മധുരമുള്ളത് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലേ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പായസമൊക്കെ കുടിക്കാൻ പൂതിയാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓട്സ് കൊണ്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുക. കാരണം ഓട്സ് എപ്പോഴും ഉണ്ടാവും ചെയ്യും വീട്ടിൽ, മാത്രമല്ല എളുപ്പത്തിൽ കുക്കാവും കേട്ടോ. പായസം കുടിക്കാൻ പൂതിയായി അതിങ്ങനെ ഒന്ന് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട വേവാനായിട്ട്. ഇപ്പോൾ കണ്ട നല്ല കുറുകി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എനിക്കിതുപോലത്തെ പരുവത്തിലുള്ള പായസമാണ് കേട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ അത് അടച്ച് വെക്കുകയാണ്, എന്നിട്ട് ചൂടാറിയിട്ട് കുടിക്കാം കേട്ടോ. പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുക, അപ്പോഴും നല്ല ടേസ്റ്റാണ്. പായസം നല്ല രസമുണ്ട് കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ നമ്മുടെ കടായിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.